ഇന്നത്തെ കഥ സീത പറഞ്ഞത്. ആകാശത്തിലൂടെ പറന്നു വന്ന ആ തുമ്പി വളരെ താഴ്ന്നു പറക്കാൻ തുടങ്ങി. പറങ്കിമാവിൻ തോപ്പുകളിൽ വലിയൊരു തുമ്പിയായി. അതിൽ നിന്നും പെയ്യുന്ന മഴ കാണാൻ നാട്ടുകാരും തടിച്ചുകൂടി. കുട്ടികൾ ആർത്തുല്ലസിച്ചു. ഭ്രാന്തൻ ദാമു മാത്രം ഉച്ചത്തിൽ പുലമ്പിക്കൊണ്ടിരുന്നു. ചിരിച്ചോ ചിരിച്ചോ, നല്ലോണം ചിരിച്ചോ, ഈ വിഷക്കാറ്റേറ്റ് ഭൂമി മരിക്കും, പൂമ്പാറ്റകളും പക്ഷികളും ഇല്ലാതാകും, പിന്നെ പിന്നെ ഭൂമിയാകെ വിഷപ്രളയം കൊണ്ട് മൂടും. ഭ്രാന്തന്റെ ജൽപ്പനങ്ങളായി മാത്രം ആളുകൾ അതിനെ കണ്ടു. അല്ലെങ്കിലും സത്യം പറയുന്നവൻ ഭ്രാന്തനാണല്ലോ. ഭ്രാന്ത് ആർക്ക്? ദാമുവിനോ അതോ? പറങ്കിമാവുകൾ പൂത്തു. കീടങ്ങളും കൃമികളുമില്ലാതെ വലിയ വിളകൾ കിട്ടിത്തുടങ്ങി. നാട്ടുകാർ സന്തോഷിച്ചു. ചിത്രശലഭങ്ങളും തുമ്പികളും അണ്ണാരക്കണ്ണനും അപ്രത്യക്ഷമാകാൻ തുടങ്ങി. തെയ്യം കെട്ടിന് കുരുതി കൊടുക്കേണ്ട അണ്ണാരക്കണ്ണനെ തേടി നാട്ടുകാർ അലഞ്ഞു. ചടങ്ങുകൾ മുടക്കാൻ പാടില്ല. എവിടെയും പേരിന് പോലും അണ്ണാരക്കണ്ണനെ കിട്ടാനില്ല. പരക്കെ ഓടുന്നവരുടെ മുമ്പിൽ അപശകുനം പോലെ ദാമു പ്രത്യക്ഷപ്പെട്ടു. മാടിക്കെട്ടിയ മുണ്ടിന് താഴെ കാണുന്ന വലിയ ട്രൗസറും കഷണ്ടി കയറിയ തലയിലെ വട്ടക്കെട്ടും, ചുണ്ടിലിരിയുന്ന ബീഡി, സംസാരിക്കുമ്പോൾ മുകളിലേക്കും താഴോട്ടും പോകുന്ന ബീഡി, ചുണ്ടിലിരുന്ന് സർക്കസ് കാട്ടിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചു പിടിക്കാൻ വയ്യാത്ത വിധം ഭൂമി മലിനമായി. ഓടിക്കോ, നിവേദ്യം മുടക്കേണ്ട, ദൈവകോപം ഉണ്ടാകും. കൈവണ്ടിയിൽ വിറകും ചിരട്ടയും ശ്മശാനത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന ദാമു ഭാരമിറക്കി ബസ് സ്റ്റോപ്പിലെത്തി. നെറ്റിയിൽ നിന്നും തുടച്ചിട്ട വിയർപ്പു കണങ്ങളെ ശമിപ്പിക്കാൻ എന്നോണം ദാമു വെറുതെ മൂളിക്കൊണ്ടിരുന്നു. സുരേഷും സീതയും അമ്മയോടൊപ്പം ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നത് കണ്ട ദാമു സുരേഷിനു നേരെ തിരിഞ്ഞു. നീ എപ്പോഴാ ദുബായിന്ന് വന്നത്? വരുമ്പം കൊണ്ടുവന്ന സിഗരറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് താ, ഈ ബീഡി വലിച്ചു മടുത്തു. സുരേഷ് സീതയ്ക്ക് ദാമുവിനെ പരിചയപ്പെടുത്തി. ദാമുവിന്റെ മുഷിഞ്ഞ വേഷവും ഭ്രാന്തമായ വാക്കുകളും സീതയ്ക്ക് പിടിച്ചില്ല. ഒരു ചിരി വരുത്തി സീത മാറി നിന്നു. അപ്പോഴേക്കും അമ്മ ബസ് സ്റ്റോപ്പിൽ കണ്ട മറ്റൊരു സ്ത്രീയുമായി കുശലാന്വേഷണം തുടങ്ങിയിരുന്നു. അവരുടെ നോട്ടവും സംഭാഷണവും സീതയിലെത്തിയപ്പോഴേക്കും സീത മുഖം തിരിച്ചു. സീത എന്നും അങ്ങനെയാണ്. വല്ലാത്തൊരു അപകർഷതാബോധം സീതയെ വേട്ടയാടാൻ തുടങ്ങി. അമ്മയുടെ നേരെ വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മുഴുവൻ സീതയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞതും കുട്ടികളില്ലാത്തതും മകൻ ലീവിൽ നാട്ടിൽ വന്നതും അതിനിടയിൽ ബാലൻ കണിയാരുടെ കവടിയിൽ ഗുരുവായൂർ അമ്പലത്തിൽ പാൽപായസം പരിഹാരമായി കണ്ടതും അതും കൂടി ചെയ്താൽ എല്ലാം നേർവഴിക്കാകുമെന്ന ബാലൻ കണിയാരുടെ വാക്കുകളെ ആവർത്തിച്ച് പറഞ്ഞ് ദേവിയെടുത്തി ഇതൊക്കെ സ്വന്തം കഴിവിനാലെ നടത്തിയതാണെന്ന ഗർവോടെ അടുത്തിരിക്കുന്ന ആളെയും കടന്ന് വിരലുകൾക്കിടയിലൂടെ നീട്ടിത്തുപ്പി. ദാമുവിനോട് സംസാരിക്കുന്ന സുരേഷ് ഇതൊക്കെ കേൾക്കുന്നുണ്ടോ എന്നറിയാൻ പരിഭവത്തോടെ ഓളി കണ്ണിട്ട് നോക്കി. കേട്ടിട്ടും കേൾക്കാത്ത ഭാവത്തിൽ ദാമുവിനെ നോക്കിയും വാച്ചിലേക്ക് അസ്വസ്ഥതയോടെ നോക്കിയും സുരേഷ് ഇരിക്കുന്നു. വീണ്ടും ദാമുവിന്റെ ചിരിയും മൂളലും, അതിനിടയിൽ വാക്കുകൾ തെറിച്ചു വീണു. നിനക്ക് ഈ നാട്ടിലെ കൃഷ്ണനെ പ്രാർത്ഥിച്ചാ പോരെ? അതെങ്ങനെയാ? ഇത് പാവപ്പെട്ടവനല്ലേ? പണക്കാരനെ തന്നെ പ്രാർത്ഥിക്കണമെന്നാലേ ആഗ്രഹം നേടാൻ കഴിയൂ. ഥു എന്നൊരാട്ടിത്തുപ്പും കൂടി സമ്മാനിച്ച് ദാമു ഭാരമൊഴിഞ്ഞ കൈവണ്ടിയും വലിച്ചു നീങ്ങി. ബസ് വന്നിരുന്ന ഇരമ്പലിൽ സുരേഷ് മുഖം രക്ഷപ്പെടുത്തി. ദാമുവിനെ കാണേണ്ടി വന്ന സാഹചര്യത്തെ ശപിച്ചു. കിട്ടിയ സമയത്തിനുള്ളിൽ സീത സുരേഷിന്റെ കാതിൽ പറഞ്ഞു, അമ്മ പറഞ്ഞത് കേട്ടില്ലേ, എല്ലാം എന്റെ കുറ്റമാണെന്ന്. സുരേഷിൽ നിന്നും ആശ്വാസത്തിന്റെ കച്ചിത്തുരുമ്പിനു വേണ്ടി കാത്തുനിന്നു. എങ്കിലും ആശ്വാസം പകരുന്ന ഉത്തരമായിരുന്നില്ല കിട്ടിയത്. പ്രായമായ അമ്മ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അവരൊക്കെ ഇനി എത്ര കാലം? ദേഷ്യവും അപമാനവും കാരണം സീതയുടെ മുഖം ഒന്നുകൂടി ഇരുണ്ടു. സീത ദാമുവിനെ ഓർത്തു. ദാമുവിനെ പോലെ ഭ്രാന്തനായിരുന്നെങ്കിൽ മനസ്സിലുള്ളത് മുഴുവൻ തുറന്നു പറയാമായിരുന്നു. ഇതിനു മുമ്പും സീത ദാമുവിനെ കണ്ടിട്ടുണ്ട്. മുത്തപ്പൻ ക്ഷേത്രത്തിലെ നടയിൽ ശ്മശാനത്തിലെ ചെക്കിപ്പൂക്കൾ പറിച്ചുകൊണ്ടുവച്ചതിന് ശകാരം കേൾക്കുന്ന ദാമുവിനെ. ദാമുവിന്റെ കണ്ണിൽ ശ്മശാനം ആത്മവിദ്യാലയമാണ്. അവിടെ മനുഷ്യൻ ഞാനെന്ന ഭാവം മാറ്റിവെച്ച് അഗ്നിശുദ്ധിയിൽ പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു ചേരുന്നു. ദാമു പറയുന്ന വാക്കുകളിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് സീത വെറുതെ ഓർത്തു. ആത്മനിന്ദ കൊണ്ടും അപമാനം കൊണ്ടും കലങ്ങിയ മനസ്സുമായി സീത യാത്ര ചെയ്തു. ഇടയിൽ എപ്പോഴോ കയറിയ അമ്മയ്ക്കും കുഞ്ഞിനും സുരേഷ് മാറി നിന്ന് ഇരിപ്പിടം കൊടുത്തു. സീത കണ്ടു, കരയുന്ന മുഖവുമായി ഒരമ്മ, കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ വികൃതമായ മുഖം. സീത അവരെ അറിയുകയായിരുന്നു യാത്രയിലുടനീളം. ആ അമ്മ വിദ്യാഭ്യാസമുള്ളവളല്ല, എന്നിട്ടും അവർ പറഞ്ഞ വാക്കുകൾ സീതയെ അത്ഭുതപ്പെടുത്തി. വിഷലിപ്തമായ മണ്ണിനെ കുറിച്ച്, ചത്തുപൊങ്ങിയ പുഴമത്സ്യങ്ങളെ, മലിനമായ ശ്വാസവായുവിനെ കുറിച്ച്. ശുദ്ധവായുവിന് വേണ്ടി യുദ്ധം ചെയ്യുക, ശുദ്ധജലത്തിനു വേണ്ടി യുദ്ധം ചെയ്യുക, അതവൾക്ക് പുതിയൊരു അറിവായിരുന്നു.
പരീക്ഷ എഴുതാനും ഡിഗ്രി നേടാനും പഠിച്ച പഠിപ്പിനും എത്രയോ മുകളിലായിരുന്നു ആ അനുഭവങ്ങൾ സമ്മാനിച്ച അറിവ്. സീത ഒരു നിമിഷം ശ്വാസവായുവിന് വേണ്ടി പിടഞ്ഞു. വഴിയിലെ ഏതോ സർക്കാർ ആശുപത്രിയിലേക്ക് നടന്നുപോയ ആ അമ്മയും കുഞ്ഞും മാത്രമായി സീതയുടെ മനസ്സിൽ. അമ്പലനടയിൽ ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. വഴിയിൽ കണ്ട അമ്മയ്ക്കും കുഞ്ഞിനും, ആ നാട് മുഴുവനുമുള്ള അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി എനിക്കിങ്ങനെ ഒരു കുഞ്ഞുണ്ടാവരുതേ എന്നും മനമുരുകി സീത പ്രാർത്ഥിച്ചു. സുരേഷിനോടൊപ്പം ക്ലാസ്സിൽ ഒന്നാമനായി പഠിച്ച ദാമുവിന് ആകെയുണ്ടായിരുന്ന ദുശീലം ഇളനീർ കട്ടുകുടിക്കലായിരുന്നു. ഉയരമുള്ള തെങ്ങിൽ നിന്നും വീണ ദാമുവിന് തലയ്ക്ക് അടിപറ്റി. ജീവിത പ്രാരാബ്ധങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ ദാമു കൈവണ്ടി വലിച്ച് കയറ്റിറക്കങ്ങൾ കയറി ജോലിയുടെ കാഠിന്യം കുറയ്ക്കാൻ പല സത്യങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. സുരേഷ് ലീവ് കഴിഞ്ഞ് മടങ്ങി. സീത ഒരമ്മയാകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ബാലൻ കണിയാരും ഇന്നില്ല. പ്രായമാകുന്തോറും ദേവിയേടത്തിയുടെ വാക്കുകൾ കുറപ്പില്ലാതായി. കലണ്ടറിലെ അക്കങ്ങളിൽ 28 സീത ചിത്രം വരച്ചു. വലിയ തുമ്പികളെ കാണുമ്പോൾ കൂട്ടം കൂടി നിന്ന ജനങ്ങൾ ചിതറിപ്പോയി. അടുക്കള ചുവരുകൾക്കുള്ളിൽ നിന്നും സീത സമൂഹത്തിലേക്ക് ഇറങ്ങി. അമ്മ ആവാതിരുന്നിട്ടും അമ്മയുടെ വേദന അറിയുന്നവളായി. സീത ഒരു കൊടിക്ക് കീഴിലായിരുന്നില്ല ജനങ്ങളെ അണിനിരത്തിയത്. സാന്ത്വനത്തിന്റെ തലോടലിൽ സീതയിലേക്ക് അടുക്കുകയായിരുന്നു. ശ്വാസവായുവിനു വേണ്ടി, ജീവജലത്തിനു വേണ്ടി ഒന്നിച്ചു പൊരുതാൻ.